ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ മുന്നേ എടുത്ത് അതുകൊണ്ട അമ്മയൊക്കെ നമ്മള് വർക്കല ബീച്ചിൽ വന്നേക്കാണ് ഗൈസ്. എല്ലാരും ഉണ്ട്. ആരൊക്കെയാണ്? ഞാൻ എല്ലാരും ഞാൻ. ഓക്കെ, നമ്മള് പാർക്കിങ്ങിന് വേണ്ടി വന്നതാണ്. നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് താഴോട്ട് പോവുകയാണ്. താഴെ ഇന്ന് ഭയങ്കര തിരക്കാണ്, കാരണം തിരുവോണമാണ്. അങ്ങനെ ഞങ്ങള് താഴോട്ട് പോകാം കേട്ടോ. കണ്ടോ നമ്മള് പൊക്കാണ്ടിരിക്കും. നല്ല രസമുണ്ട്. ഞാനൊക്കെ എല്ലാ വീഡിയോ എടുക്കും. അതെ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വീഡിയോ ഒരു ഗ്യാലറിയിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ക്ഷേത്രത്തില്ല, പേടിയാ. കടലുമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഓടിക്കോടെ. കാരണം ഇത് നല്ല ഇതുണ്ട്. ഞങ്ങൾ അന്നൊക്കെ ബോട്ട് നിൽക്കുന്ന ഇത് എന്ത് ഇതാ രസമുണ്ട്. ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിനി അവിടെ പോയി കാണാം. അയ്യോ, നല്ല രസമുണ്ട്, നല്ല വൈബായി. ചെറുപ്പം നടക്കാൻ സീനാകും. നമുക്ക് രണ്ട് സൈഡിൽ വാ. കാണുന്നില്ല. എങ്ങനെയാണ് പിടിക്കണ്ടേ? അതെ, ഓക്കെ. നമ്മള് എവിടെ വർക്കല ബീച്ചിൽ വന്നു. നല്ല തിരക്കുണ്ട്, ഭയങ്കര കാറ്റാണ്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തറയിൽ നോക്കി കിടക്കണം. അല്ലെങ്കിൽ അവരെ തട്ടയോ മുട്ടയോ എങ്ങാനും ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമാവും. അപ്പൊ ഇവിടെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറെ ഫാമിലി ഉണ്ട്. അങ്ങനെ ആകപ്പാടെ എല്ലാം ജഗപ്പുകയായിട്ട് ഇതാണ്ട് ഇവിടെ ഇവിടുത്തെ മണ്ണുമാരി കളിക്കുന്നു. എന്തൊക്കെ കാണണോ? 7 മണിയായി. വ്യൂ നോക്ക്. വ്യൂ നല്ല രസമുണ്ട്. കാരണം ഫോട്ടോ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നടക്കുകയാണ്. നടന്ന് നമ്മൾ ഡേഞ്ചർ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഡോണ്ട് ടേക്ക് ബാത്ത് ഹെയർ. ഓക്കെ, നമ്മൾ ബാത്താൻ വന്നതല്ല. ശരിക്കും ഇവിടെ നല്ല തിരക്ക് കണ്ടാ. പിന്നെ ഇവിടെ വർക്കല ബീച്ച് നിങ്ങൾക്ക് അറിയാത്തല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. എനിക്ക് ഈ വ്യൂ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. ചേച്ചി ഞാൻ പറയാം, ആദ്യം അവിടെ ചെന്ന് ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് നടക്കുന്നൊരിത്. ഗൈസ്, എൻ്റെ അമ്മയും കുഞ്ഞമ്മയും. ഞങ്ങളിവിടെ ദൈവമേ ആരെയും കാണുന്നില്ല. വീഡിയോ ഫോട്ടോയൊക്കെ ഗോവിന്ദ ഒന്നും കാണുന്നില്ല. അതാണ്ട് ചേച്ചി ചേച്ചി ഇവിടെ കപ്പലണ്ടിക്കാരൻ്റെ അവിടെ കപ്പലണ്ടിയൊക്കെ മേടിക്കാൻ പോയി. അങ്ങനെ കപ്പലണ്ടിയിൽ ഇവിടെ കപ്പലണ്ടി മേടിക്കാൻ വേണ്ടി ചേച്ചി താണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കേട്ടാന്നല്ല സ്ഥാനം ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഞാനായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെ ഉണ്ട്.
ആയിരിക്കും. അങ്ങനെ അവളെ എന്തൊക്കെയാ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു ചേച്ചി അപ്പോൾ കപ്പലിൻ്റെ വലിയ കുറച്ച് നേരം ഉച്ച ഇവിടുന്ന് അങ്ങോട്ട് വരുന്നില്ല. കപ്പലണ്ടിക്കാരുടെ പോകാനാ വെറുതെ എനിക്ക് സംശയം. അങ്ങനെ നിൽക്കുന്നു. കൊച്ചേട്ടാ പത്തിൻ്റെ കപ്പലണ്ടി എന്നൊക്കെ വെച്ച് പറഞ്ഞാൽ വലിയ ഇതായിട്ടുണ്ട്. കുലുങ്ങി കുലുങ്ങിയാണ് നിൽക്കുന്നത്. സൂര്യ ചേച്ചി കാക്ക്, സൂര്യ ചേച്ചി ഞാനിപ്പോൾ എന്തിയാ സൂര്യനെ ചേച്ചിങ്ങനെ മേടിക്കും. നീ സ്വപ്ന വാളു ഇങ്ങനെ കേസ് നമ്മൾ താഴോടെ വെക്കുന്നത് വോയിസ് ഒന്നും ക്ലിയർ ആകത്തില്ല. കാരണം സോ ഭയങ്കര സൗണ്ട്, ഭയങ്കര പാട്ടുകളും എന്തൊക്കെയോ കാരണം സൂര്യ പറയുന്നേ എൻ്റെ പേസ് നമ്മളപ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു വന്നിട്ടൊരു 10-15 മിനിറ്റായി കാണട്ടെ. കുറേ നേരം നടന്നു. ഭയങ്കര തിരക്കായിരുന്നു. പുതിയ ആൾക്കാരെ അതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് ലേസ് വാങ്ങിച്ചു. ലേസ് കഴിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണ്? അതെ, അതിവിടെ ഒരുപാട് കണ്ടോ. ഞങ്ങൾ ക്ലിഫിൽ പോയിട്ടില്ല, താഴെ ഇരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാണാൻ പറ്റിയില്ല. കാരണം അത് എന്ത് പ്രശ്നം പറ്റിയിട്ട് പന്നലായി പോയിട്ടുണ്ടായിരുന്നു. ലേസും തീർത്തു. എന്ത് ചെയ്യാൻ, അതിവിടെ കളയല്ലേ. അത് നമ്മൾ സേഫായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കളയണം. ഓക്കെ, നമ്മളായിട്ട് എന്തിനാണ് വൃത്തികേടാക്കുന്നത്? അപ്പം ഞാൻ വൃത്തിയായി സൂക്ഷിച്ച് എൻ്റെ കവറും അവളുടെ ലേസ് പാക്കറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മാളു എടുത്ത് കളയാം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നോ, ഞാൻ കളയത്തില്ല. കളയല്ലേ ചേച്ചി വന്ന് ഓക്കെ. ആണ്ടേ ഇതാണ് മാളു. ഭയങ്കര ജാടയാണ് ഗൈസ്. കൊച്ചു വീഡിയോ നല്ലത് വരുന്നില്ല. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത്. അവിടെ കാത്തു നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്, പിന്നെ ആളും ഉണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ വായി നോക്കുകയാണ് ഗൈസ്, വായി നോക്കുകയാണ്. ഇവിടെ ഭാഷ മനസ്സിലാവുന്നില്ല. മാളിലാണ് പിന്നെ ജാട എടുത്ത് ഞങ്ങൾ വന്നത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടായിരുന്നു. പക്ഷേ എല്ലാമേ പോയാച്ച്. പിന്നൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഓണസദ്യ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചാണ്. പക്ഷെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല. വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇനി വീണ്ടും കഴിക്കണം, പായസം കുടിക്കണം, പിന്നെന്താ ഉറങ്ങണം, കളിക്കണം. ക്യാരംസ് നീ കളിക്കുമോ? ഞങ്ങൾ പോയിട്ട് ക്യാരംസിൻ്റെ ഒരു വാർ നടത്താൻ പോകണം. വാർ അതൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായില്ല. കാരണം അപ്പോഴത്തേക്ക് നമ്മൾ അതിലങ്ങ് മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഫോൺ എടുക്കണം, വീഡിയോ എടുക്കണം, അതൊക്കെ ഒരു ചടങ്ങായതുകൊണ്ട് ഞങ്ങളതങ്ങ് മാറ്റി വയ്ക്കും. ഓക്കെ, അതൊക്കെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത്. അപ്പം അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേൾക്കാം. ഓക്കെ, ബൈ ബൈ പറ.